പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നങ്ങനെ നമ്മൾ കുറച്ച് പയ്യന്മാർ കൂടി നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡും വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, നമ്മൾ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് മീൻ പിടിക്കാൻ പോയത്. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കമലകത്തെ ഞാൻ രാഹുലും അവൻ്റെ വീടിനടുത്തുള്ള പയ്യന്മാരും കൂടെയൊക്കെ ചേർന്നിട്ട് നമ്മൾ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ മയിലാടും പാറ വഴിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീൻ പിടിക്കാൻ പോയത്. ഇപ്രാവശ്യം നമ്മൾ മയിലാടും പാറ വഴി കമലകം ഊര് വഴിയാണ് കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രിയൊക്കെ കൂടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മുടെ പുഴയിൽ വെള്ളം അടിപൊളി ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരമനയാറ്റിലൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു. നമ്മൾ ചെന്ന് നോക്കിയാലേ അറിയാവുള്ളൂ റിസർവോയർ എങ്ങനെയായി കിടക്കുന്നതെന്ന്. നമുക്ക് ചിലപ്പോൾ വലയെട്ടാൻ പോലെയുള്ള സ്ഥലത്തിൻ്റെ കാട്ടിലും കൂടുതൽ വെള്ളം കയറി കിടക്കുന്നുണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനങ്ങനെ മയിലാടും പാറയിലേക്കുള്ള വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ ഭയങ്കര മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും വെള്ളമൊന്നുമില്ല കേട്ടോ. ചില പ്രാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഉറവ് പൊട്ടി ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന് മുമ്പൊരു വഴിയുണ്ട്, അവിടെ കൂടെ പോയതിന് ശേഷമാണ് നമ്മൾ പുഴയിലേക്ക് പോയത്. നമുക്കെന്തായാലും ആദ്യം പോയതിന് ശേഷം നമുക്ക് മയിലാടും പാറയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ മയിലാടും പാറയിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മളൊരു ദിവസം വന്നപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വരൾച്ച സമയമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുമ്പോൾ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം മയിലാടും പാറയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. മയിലാടും പാറയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസവും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ നോക്കിക്കേ, എന്ത് രസമാണെന്ന്. ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു സ്ഥലം കണ്ട. മുമ്പ് നമ്മൾ ഒരു വരൾച്ച സമയത്താണ് വന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ നോക്കിക്കേ, ഭയങ്കര രസമാണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഒരു ടെൻ്റൊക്കെ അടിച്ചതാണ്ട് അക്കരെ കുന്നിൻ്റെ ഈ ഒരു ഭാഗത്താണ്, എടക്കുന്നിൻ്റെ ഈ ഒരു അക്കരെ ഭാഗത്ത്. അവിടെയൊക്കെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ. മുമ്പ് നമ്മൾ രാത്രി സ്റ്റേ ചെയ്യാൻ വന്ന സ്ഥലമൊക്കെ മയിലാടും പാറയുടെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടൊരു സ്ഥലമായിരിക്കാം മയിലാടും പാറ. അപ്പോൾ മയിലാടും പാറയിൽ നിന്നിട്ടുള്ള പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര രസമാണ്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. നമുക്കിപ്പോൾ അറിയാമല്ലോ, കേരളത്തിൽ മിക്ക ജില്ലകളിലും ഭയങ്കര മഴയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലും ഭയങ്കര മഴയാണ്, തിരുവനന്തപുരം ജില്ലയിലൊക്കെ. അപ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടോ, ഭയങ്കര രസമാണ്. തൊട്ട് ആ ഭാഗമൊക്കെ എന്ന് പറയുന്ന ബോണക്കാടാണ്. അതിന് കുറേ ഇപ്പുറമായിട്ട് വരും കരമനയാറിൽ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് നിന്നപ്പോൾ തന്നെ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് താണ്ട പേപ്പാറ ഡാം ഇപ്പം കുറേ നാൾ കൊണ്ട് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവോയറിൽ നല്ല വെള്ളവും കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ 2-3 പേര് വരാനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ മണികണ്ഠനുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ രാഹുൽ വ്ളോഗറുണ്ട്. അപ്പോൾ അവനെ നമുക്ക് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവനെ കാണാൻ വേണ്ടി കുറേ സമയമായിട്ടിരിക്കുകയാണ്. നമ്മൾ താഴെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല, എന്ത് ചെയ്യണമെന്തോ. അപ്പോൾ എന്തായാലും നമുക്ക് അവനെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ രാഹുൽ കൂവിയിട്ടുണ്ട്. അപ്പോൾ മണികണ്ഠന് ഞാനും ട്യൂബൊക്കെ എടുത്തിട്ട് അവനെ നോക്കി പോവുകയാണ്. മയിലാടും പാറയ്ക്ക് കുറച്ച് മുകളിലൂടെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് വലിയവരാരുമില്ല, ഞാൻ, മണികണ്ഠൻ, പിന്നെ നമ്മുടെ വ്ളോഗർ രാഹുൽ, പിന്നെ അവൻ്റെ ഒരു അനിയനുണ്ട്. അപ്പോൾ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് പുഴയിലേക്ക് പോകാനായിട്ട്. ഭാഗത്തുള്ള കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടോ, ഭയങ്കര രസമാണ്. ശരിക്കും ഈ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പം ചെറിയൊരു തണുപ്പും പിന്നെ അതുപോലെ കിളികളുടെ ശബ്ദവും ഒക്കെ കേട്ടിട്ട് നമുക്ക് ഇത്തരം കാടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സന്തോഷമാകുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അത്രയും സന്തോഷം കിട്ടുന്നൊരു സമയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ. ഇപ്പം നടക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ശരീരത്തൊക്കെ കുഞ്ഞു തണുപ്പും പിന്നെ കാറ്റിൻ്റെ ശബ്ദവും ചെറിയ കാറ്റും പിന്നെ കിളികളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ പോകണം. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അമ്മമാരെല്ലാം കുറേ ഇങ്ങനെ മുമ്പേ നടന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഇന്നാളും നമ്മൾ ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ടു ഇപ്പം കുറച്ചും കൂടെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടേ. ഇന്ന് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്, ആഗസ്റ്റ് 15 കേട്ടോ ഈ ഒരു ദിവസം. നല്ല ചീവീടിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ശബ്ദമായിട്ട് നിന്ന് കാണിച്ചു തരാം. പോകുന്ന വഴിയിലെ കുഞ്ഞു കുഞ്ഞു പാറകളൊക്കെ കാണുന്നുണ്ട്. നല്ല ഇരിക്കാനൊക്കെ അത്യാവശ്യം നിരപ്പാർന്നിട്ടുള്ള പാറകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് താഴെ വരെ
അത്യാവശ്യം ഇറക്കമാണേ. ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി പുഴയും. അവിടെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ആദ്യം ഇവിടെ നോക്കാം. വല കെട്ടി നമ്മളങ്ങനെ അക്കരോട്ട് കയറാൻ പോവുകയാണ്. അന്ന് നമ്മൾ കയറിയ ഒരു തടിയാണ് കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല. ഈ ആറാണ് കേട്ടോ, നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നിരുന്ന ആറാണേ. അത്യാവശ്യം ഇതിൽ കലങ്ങൽ വെള്ളം ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പം മുറിച്ച് കിടന്ന പുഴയുടെ അവിടെ കമലകം ഊരിലൊക്കെ ഉള്ളവരിരുന്ന് മീൻ പിടിക്കുകയാണ്. നമ്മൾ അതിന് തൊട്ട് സൈഡിലുള്ള വഴികളിലൂടെ ഇങ്ങനെ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. കുറേ ദൂരം ഇങ്ങനെ നമ്മൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയ്യന്മാർ ഇതാ മുമ്പേ നടക്കുന്നുണ്ട്. ഒരു കൊച്ചു പയ്യനുണ്ട് കേട്ടോ കൂടെ. അതിൻ്റെ പിറകിൽ മണികണ്ഠൻ. പച്ചപ്പ് നിറഞ്ഞ ഒരു അടിപൊളി കാട് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ മരത്തിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണേ. തൊട്ട് താഴെ നമ്മുടെ റിസർവോയറും അതിന് സൈഡിലൂടെ ഇങ്ങനെ വള്ളിക്കുടിലുകളും ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ തേക്കലിൻ്റെ സൈഡിലേക്ക് യാത്ര ചെയ്യാണ്. നമ്മൾ മുമ്പ് വന്ന ദിവസം വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ന് വന്നപ്പോൾ നല്ല മാറ്റമുണ്ട്. കാരണം റിസർവോയർ കുറേ ഇങ്ങ് വെള്ളം കയറി കിടക്കുകയാണ്. പാറയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറയ്ക്ക് വല്ല പേരോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലോഗർ രാഹുൽ എൻ്റെ കൂട്ടത്തുണ്ടേ. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. രാഹുൽ, ഈ പാറയുടെ പേരെന്തോന്നടേ? ഇല്ല, ഞാൻ ഇങ്ങോട്ട് വരാറില്ലല്ലോ. പറ, പേരെന്തോന്നാ? ബെസ്റ്റ്. അപ്പോൾ ഇവന് ഈ ഒരു പാറയുടെ പേരറിയത്തില്ല. അന്ന് നമ്മൾ മുമ്പ് വന്നപ്പോഴ് ഈ ഒരു പാറയ്ക്ക് താഴെയാണ് കൊണ്ടുപോയി വലയിട്ടത്. ഇന്ന് നമുക്ക് ഇവിടെ പറ്റുമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് വലയിടാൻ വേണ്ടി പോകാം. ആദ്യം നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങാം. അന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് വലയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നും ഈ ഒരു ഭാഗത്ത് ഒന്ന് വലയിടാനാണ് പ്ലാൻ. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അന്ന് ഞാൻ വന്ന ആ ഒരു സമയത്ത് വെള്ളം കിടന്ന പോലെ തന്നെ കുറച്ച് പോച്ചയിൽ ഇങ്ങ് താഴെ ഇറങ്ങി കിടക്കുകയാണ്. അപ്പം നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് പറഞ്ഞോട്. മണികണ്ഠൻ. എവിടെയാണ് സ്ഥലം? കമലകത്തുള്ള മണികണ്ഠൻ. ഇതാരെന്നറിയാവോ? പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ രാഹുൽ. എൻ്റെ വീഡിയോയിലൂടെ കാണുന്ന പയ്യനാണ് നമ്മുടെ ബ്ലോഗർ രാഹുലാണ്. ഇതവൻ്റെ അനിയൻ. പേരെന്താണ്? രഞ്ജിത്ത്. ഓക്കെ, ഇതവൻ്റെ അനിയനാണ്. എത്ര ക്ലാസ്സിൽ പഠിക്കണേ? എട്ടിൽ പഠിക്കുന്ന രഞ്ജിത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഈ ഒരു ഭാഗത്ത് ആദ്യം ഒന്ന് വലയിട്ട് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. കമ്പുണ്ടായിരുന്നില്ല. ആ കമ്പ് ഊരി പോയി തോന്നുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചു. അറ്റ നോക്ക് നീ വസ്തു ഇവിടെ. അന്ന് മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് അതുകൊണ്ട് അറ്റ ഇവിടെ ഇല്ല. ഇത് കമ്പ് ഇവിടെ ഇവിടെ ആയിരിക്കും. ചിപ്പിനൊക്കെ വിട്ടാ അതും കൂടി വെച്ച് ചാത്തിൽ നീ തന്നത് തന്നാൽ മതിയെന്ന്. പക്ഷേ അത് ആ അറ്റവും കൂടി ചാത്തിൽ തന്നാണ്. അല്ല, എൻ്റെ അറ്റത്തിനെ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് കിട്ടി. അത് ചുറ്റി വെച്ച് കിട്ടാൻ ഈ 10 താരത്തിലേക്കാണ്. ഭയങ്കര മുളമുള്ളാണ്. ദൂരത്തെ കുറച്ച് ഒന്ന് കെട്ടുകയാണ്, കെട്ടിപ്പോവുകയാണ്. കുത്തിയടിക്കാൻ നടക്കുക എത്തിയില്ലെങ്കിൽ അയ്യോ രണ്ടോടെ കവറിക്കാം. ഇന്നാളെ കൂട് കറക്കിയാണ് ഇട്ടത് നമ്മൾ. കൂട് കറക്കിയിട്ടപ്പോൾ കിട്ടിയാ? എത്ര എണ്ണം കിട്ടി? 10-40 കിട്ടിയാ? അതാ കറക്കിയിട്ടപ്പോൾ വാക്കിന് കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടാ അതെടുത്ത് മാറ്റല്ലെങ്കിൽ വല കമ്പ് വല്ല ഇടക്കി കീറാവും.
പോണില്ലേ ഉടക്കിയാ താ- തടി പോണില്ല തടിയാ തടി പോകാത്ത വല പോകത്തോ അങ്ങോട്ട് ഓ തള്ളൂല അവിടെ നടപ്പല്ലേ ചേ പോകൂല അവിടെ എത്തുവോ എവിടെ നീ ഇപ്പം നിൽക്കണ അവിടെ എത്തോണ്ട് അവിടെ ആ താഴെ അത് നീ എത്രയാണ് നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എത്തുവോ? ഓ ഇവിടെ താഴ്ചയില്ല. എന്നാൾ ഇതിനെക്കാട്ടി വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. ശേ ഓ ഇത് അത്ര അപ്പുറത്ത് അവിടെ താഴ്ചയുണ്ട് അതൊക്കെ ചാല് പോയി ആ കുഴപ്പമില്ല പോയി ഇന്നാൾ ഇവിടെയൊക്കെ ഞാൻ നിലവെള്ളം ചവിട്ടിയാണ് നിന്ന് കെട്ടിയത്. അത് നല്ല മഴയായിരുന്നല്ലോ മണിയുണ്ടോ നോക്കിയാൻ വെച്ചിട്ട് വന്ന് നോക്കണോ എന്തോ പണി തന്നു അവിടെ എന്തോ പടപ്പിൽ കയറി വലയങ്ങ് ഉടക്കിയ പോലൊരു തോന്നല അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ പൊക്കി വാങ്ങിക്കാണ് വെള്ളത്തിൽ. അതെവിടെ തന്നെ എൻ്റെ കയ്യിൽ ദാ ഇത്രയും ബാക്കിയുണ്ട്. അത് തന്നെ കയറി ചെയ്തിട്ടുണ്ട്. വാവ് തിരിച്ചു വെച്ചെങ്ങനെ കെട്ടിയതിന് ശേഷം കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി എല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഇനി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഉണ്ട്. ഇക്ക് പൂവാടേ പിന്നെ നല്ല പൊക്കളയാ. താഴെ കൊണ്ട് വലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതാ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വഴിയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നടക്കാനായിട്ട് ഒരു കുഞ്ഞു വഴിയുണ്ട്. ഇവിടെ തന്നെയാണ് മിക്കവരും നടക്കുന്നത്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു മഴ പെയ്തേ. മഴ പെയ്തതിന് ശേഷം കിളികളൊക്കെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ് ഈ കാട്ടിനകത്തൂടെ. മൊത്തം ഉള്ള കിളികളൊക്കെ ഇളകി. ഇവിടെ മൊത്തം ആനത്താരകളൊക്കെയാണ്. നമ്മൾ നടക്കുന്ന വഴിയാണെങ്കിൽ ഇതിലേ കൂടെ തന്നെ ആനയൊക്കെ നടക്കുന്നത് രസമുണ്ട് കാണാനായിട്ട്. നല്ല പച്ചക്കപ്പ് പിടിച്ച് നല്ല അന്തരീക്ഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നൊരു പാറയുണ്ടേ, ആ ഒരു പാറയുടെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഒന്ന് കുറച്ച് സമയം ചൂണ്ടയൊക്കെ ഇട്ടിരിക്കാം. ചൂണ്ടയൊക്കെ ഇട്ടിരുന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ട് ബാക്കി മീൻ പിടിക്കാനുള്ള സെറ്റപ്പുകൾ നോക്കാം. ഈ ഒരു സ്ഥലത്താണേ. ഇവിടെ അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ നിന്ന് വല കിട്ടിയപ്പോൾ കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി കിട്ടുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ കയ്യിൽ കയലിക്കുള്ള വലയുമില്ല. പോലെ ഇവിടെ ഒരു വല കെട്ടിയേ. ഇവിടെയും ഒരു വല കെട്ടിയതിന് ശേഷം നമ്മൾ ഇനി അടുത്തൊരു സൈറ്റിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ബാഗൊക്കെ ഈ ഒരു പാറയിൽ ഇരിപ്പുണ്ടേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വല കെട്ടിയിട്ടുണ്ട്. നമുക്കറിയത്തില്ല വല്ലതും കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതാ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. മുമ്പ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ്, അതായത് നമ്മൾ മീൻ പിടിക്കാൻ വന്ന എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ തന്നെയാണ് അന്ന് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ, ഈ ഇരിക്കുന്ന കമ്പുകളൊക്കെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വന്നിങ്ങനെ സ്റ്റേ ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടത് ഇവിടെ എല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള മലനിരകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങ് കണ്ടോ, അത് ബോണക്കാടാണ്. ബോണക്കാട് കോട്ടാമല എന്തെന്നൊക്കെ പറയുന്നൊരു മലയാണ് അങ്ങോട്ട് കാണുന്നത്. പിന്നെ ഇങ്ങാണ് നമ്മുടെ കരമനയാറിൻ്റെ ഉത്ഭവം ഇതാ ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ഇങ്ങനെ ഇതാ ഇവിടെയാണ് ഇപ്പം നിലവിൽ വെള്ളം ഇറങ്ങി കിടക്കുന്നത്. ഇതാ ഇങ്ങ് വരെ കയറും കേട്ടോ വെള്ളം. ഇതുവരെ വെള്ളം കയറും. ഇപ്പം കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇത്ര ഈ ഒരു സൈസിന്, അതായത് ഈ ഒരു സ്ഥലം വരെ മാത്രമേ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്നുള്ളൂ. കൂടുതലും ഓവറായിട്ട് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഇതാ മുമ്പിൽ കാണുന്നത്, അവിടെയാണ് അന്നൊരു ദിവസം നമ്മൾ വലയൊക്കെ ഇട്ട് മീൻ പിടിച്ചതേ. അപ്പോൾ ഇന്ന് രാഹുൽ അവിടെ കൊണ്ടൊരു വല കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല.
ഇതാ നല്ല മഴയും അടിക്കുന്നുണ്ട്. നമ്മൾ അന്ന് ഇവിടെ നിന്ന് കുറേ അങ്ങ് മുകളിൽ വരെ പോയി കേട്ടോ. ഇന്ന് അങ്ങൊന്നും പോകണില്ല. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതാ പിന്നെയും നമ്മൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുത്തെ കാടുകളൊക്കെ കണ്ടോ, നല്ല പച്ചപ്പാണേ. ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ എല്ലാം അങ്ങ് കണ്ടോ, അവിടെ ഒരു പാറയൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ മുമ്പ് വന്ന ആ ഒരു സമയത്ത് പോയിരുന്നത്. എവിടെയൊക്കെ കണ്ടോ, ഫുള്ള് നിശബ്ദമാണ്. ഇന്ന് തേക്കലിൽ എനിക്ക് തോന്നുന്നു മീനിന് പരുവില്ല, അങ്ങനെ ആയിരിക്കാം, ആരെയും കാണാനില്ല. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ദാണ്ട വെയിലൊക്കെ അടിക്കുന്നുണ്ട്, അടിപൊളി. ഇതാ സൂര്യനും അങ്ങനെ വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഭംഗി അതൊന്നും വേറെ തന്നെയാണ്. നമുക്കെന്തായാലും ഈ സൈഡിലൂടെ നടന്ന് നമ്മൾ ബാഗ് വെച്ച് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയിരിക്കാം. അവിടെ പോയി ഇരുന്നതിന് ശേഷം നമുക്കിനി നമ്മുടെ ബാക്കിയുള്ള വർക്കുകൾ നോക്കാം. അപ്പോൾ ഞാനങ്ങനെ തേക്കലിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന മണികണ്ഠനുണ്ട്, പിന്നെ അതുപോലെ രാഹുലിൻ്റെ അനിയനുണ്ട്. സമയം വൈകിട്ട് ഒരു 5:45 ആയിട്ടുണ്ടേ. അപ്പോൾ ഇട്ട വലകൾ മൊത്തം എടുക്കാൻ പോകണം. നല്ല ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ ചൂണ്ടയിട്ടപ്പോൾ അത്യാവശ്യം മീനുകളൊക്കെ കിട്ടി കേട്ടാ. ഒരു വലയെടുക്കാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ റിസർവോയറിലെ. അപ്പോൾ ഞാനും രാഹുലിൻ്റെ അനിയൻ ഇക്കുവും കൂടെ ഇനി നമ്മുടെ ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഇപ്പോൾ രാഹുൽ ഒരു വല എടുക്കുകയാണേ. എടുത്തെടുത്ത് വരട്ട്. കിട്ടിയാടേ? ഒന്നും കിട്ടിയില്ല വല എടുത്തിട്ട്. ആ വലയിൽ ഒന്നും കിട്ടിയില്ല. അതെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് മീൻ കിട്ടിയില്ല കേട്ടാ. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തൊരു വലയുണ്ട് കേട്ടോ അപ്പുറത്ത്, അതെടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തൊരു വല. ഇതിൽ 5-6 വലയുണ്ട്. എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോകണം. ഗൈസ് അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ട്. നമ്മളിതാ ആദ്യം വലയിട്ട് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല ഇരുട്ട്. 7 മണിയാടാ രാഹുലേ, ഒന്നും കാണാൻ പോലും പറ്റണില്ല. ഇതിലൊരു ഒന്നും കണ്ടുകൂടാ. മൊത്തം കാട്ടിലും വെട്ടവുമില്ല. വെട്ടമില്ലടേ, വേറെ പേടിയല്ലേ, വെട്ടമില്ല. അതിൻ്റെ ഒരു വിഷയമേ ഉള്ളൂ. ഇന്നലെ രാത്രി നമ്മൾ വലയിട്ടിട്ട് വന്നതാണ്, എടുത്തില്ല. അങ്ങനെ നമ്മളിന്ന് രാവിലെ വെളുപ്പിന് എണീറ്റ് പോകേണ്ടതായിരുന്നു. ഏകദേശം 8 മണിയോളം ആയി. നമ്മൾ പോവുകയാണ്. രാവിലെ വിട്ടടിച്ച് വലയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വല കെട്ടി അവിടെ പോയതിന് ശേഷം കാണാം. കാണുന്ന കമ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ വലയിട്ടത്. വല്ലതും ഉണ്ടെങ്കിൽ ഭാഗ്യം. ഇനി വലയെടുത്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഞാനും രാഹുലും കൂടി വലയെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി വലയിട്ടതിന് ശേഷം നമ്മൾ വലയെടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നുണ്ട്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനുകൾ. കണ്ട അത്യാവശ്യം മീനുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു 10-30 മീൻ വരുമായിരിക്കും അല്ലേ, അത്രയും വരുമായിരിക്കും കേട്ടോ. ഈ ഒരു കൈലി വലയ്ക്കകത്ത് കീരി കയറി വലേനെ മൊത്തം നാശമാക്കി സുഹൃത്തുക്കളെ. ഇനി നമുക്ക് പാറയിൽ കൊണ്ട് നേരെ വലേനൊന്ന് നൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തുള്ള മീനുകളെല്ലാം ഒന്ന് എടുക്കണം. പാറയിൽ നമുക്ക് വല കൊണ്ട് നൂത്ത് കെട്ടിയതിന് ശേഷം വലക്കകത്തുള്ള മീനിനെ എടുക്കണം, അതേപോലെ ചപ്പു ചവറുകളെ എടുക്കണം. രാഹുൽ വല അങ്ങനെ ചുറ്റി എടുക്കുകയാണ്. നമ്മുടെ വല അങ്ങനെ കുറേ കീറി കേട്ടാ. നമ്മുടെ വലയല്ല, അച്ഛൻ്റെ വലയാണ്. പണിപാളി സുഹൃത്തുക്കളെ. ഇത്രയും കൈലി മീനാണ് കേട്ടാ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിനെ നമ്മൾ നേരെ എടുക്കാൻ പോവുകയാണ്. എടുത്തിന് കവറിനകത്താക്കണം. ഇത്രയും കിട്ടിയിട്ടുണ്ടേ, കൂടുതലൊന്നും കിട്ടിയില്ല, ഇത്ര കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. കിട്ടിയ മീനൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ വലയും ചുറ്റി ഇനി പോവുകയാണ്. അപ്പോൾ ഇനി അപ്പുറത്ത് ഇന്നലെ രാത്രി ഒരു വല ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് എൻ്റെ വലയാണ്, ഇത് അച്ഛൻ്റെ വലയാണ് കേട്ടോ. അപ്പം ആ വലയും കൂടെ ഒന്ന് പോയി നമുക്ക് എടുത്തു നോക്കാം. അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഈ മീനിനെയൊക്കെ ഒന്ന് തേച്ച് കഴുകി കിട്ടിയതിനെയൊക്കെ ഫ്രഷാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാം. വല കെട്ടിയ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കാട്ടി വെള്ളം കയറി കേട്ടറേ. രാവിലെ എനിക്ക് ഇറങ്ങിയത് മനസ്സിലായി സംഭവം. ഞാൻ അങ്ങ് വല കെട്ടിയതിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ രാവിലെ ഇറങ്ങിയതിനൊക്കെ ഇറങ്ങാൻ പറ്റണില്ല. ആണ് നമ്മുടെ വേറൊരു വല കിടക്കുന്നത്. ഇതിനകത്ത് വല്ലതും കയറിയോ എന്തോ ഒന്നും നമുക്കൊരു പിടുത്തവുമില്ല. മഴയാണ് പെയ്യുന്നത്. നല്ല മഴ കേട്ടോ രാവിലെ നോക്കിയേ. ഒമ്പോ നല്ല മഴ കേട്ടോ, ഭയങ്കര മഴ. ഇനി നമുക്ക് അതേ പറ്റൂ. ഭയങ്കര മഴ. അപ്പം നമ്മൾ ഇവിടെ നിന്ന്
വല ഇളക്കിയിട്ടുണ്ട്. ആ ഒരു വലക്കകത്ത് ആദ്യമായിട്ടാണ് നമ്മളൊരു വലക്കകത്തുനിന്ന് ഒരു മീൻ കിട്ടുന്നത് അല്ലേ, മുള്ളല്. അതേപോലെ ഒരു 10 മുള്ളല് കിട്ടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കിട്ടി, ഒരെണ്ണം കിട്ടി. എന്നാലും നമ്മുടെ വലക്കകത്തുനിന്ന് ഒരു മുള്ളൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. ഒരു മുള്ളൽ കിട്ടി കേട്ടോ നമ്മൾ കെട്ടിയിട്ട്. അപ്പം അച്ചീവ്മെൻ്റ് ആണ്. അതെ. അപ്പോൾ നല്ല മഴ കേട്ടോ രാവിലെ. ഇന്നാണ് ശരിക്കും നല്ല പരുവല്ലേ ഈ സമയത്ത്. ഇതുപോലത്തെ പരുവം. ഇന്നലെ നമ്മൾ കെട്ടിയിട്ടപ്പോൾ അധികം പരുവില്ല. എന്നാലും നമുക്കൊരു കാൽസഞ്ചിതായി. സഞ്ചിക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കറിക്കുള്ള മീനുണ്ട്. വേണ്ട, ഇത്രയും മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയില്ല, കാരണം നമ്മളാണ് വലയിടുന്നത്. എൻ്റെ വലക്കകത്ത് കിട്ടിയതാണ്ട ഈ സൈസുള്ളൊരു മുള്ളൽ കേട്ടോ. ശരിക്കും അത്യാവശ്യം നമുക്ക് ഒരു വീട്ടിന് അത്യാവശ്യം വൈകുന്നേരത്തെ ഒരു കറിക്കുള്ള അത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നലെ രാത്രി എനിക്ക് നമ്മൾ വല കെട്ടിയിട്ടിട്ട് പോയതാണ്. കീരി ഉണ്ടല്ലോ, കീരി വന്ന് മൊത്തം എല്ലാം ഇല്ലാതാക്കി. ഇനി ഇതിൻ്റെ ചെതുമ്പൽ കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ഇങ്ങനെ പാറയിലിട്ട് ഇങ്ങനെ ഉരച്ചാൽ മതി കേട്ടോ. കണ്ടോ, അപ്പോഴും ഇതിൻ്റെ ചെതുമ്പൽ നമ്മൾ പ്ലാനെന്നൊക്കെയാണ് പറയുന്നത്. ആ സംഭവം പോകാൻ വേണ്ടി ഇങ്ങനെ പാറയിലിട്ട് ഉരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചെതുമ്പലൊക്കെ പോകും. അത് ഉരച്ചതിന് ശേഷം ഇതിൻ്റെ കുടലും കൂടെ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കൊണ്ട് കറി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ചെതുമ്പൽ ഇളക്കാൻ പോവുകയാണേ. അപ്പം കിട്ടിയത് എന്തായാലും ഇത്രയും കിട്ടി, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഒടുക്കത്തെ മഴ കേട്ടോ. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ, അത്രത്തോളം വലിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ, ഞാൻ ഇവിടെ ഇരുന്നതിൻ്റെ ചെതുമ്പൽ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. വനത്തിൽ മഴ പെയ്യുന്നതൊക്കെ കാണണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ വലിയ മഴയൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇതേപോലെ പുഴകളിൽ. എന്തായാലും നിങ്ങൾ കാണുക. കണ്ടോ, ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ പുഴയിലെ കാഴ്ചകളെന്ന് പറയുന്നത്. ക്യാമറ മൊത്തം നനഞ്ഞ കേട്ടോ. ഇപ്പോൾ രാഹുൽ നിന്ന് മീൻ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനുണ്ട്, വൃത്തിയാക്കി വെച്ച മീൻ, അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. 2 പേർക്ക് മതി, ചെറിയൊരു കറിയായില്ലേ രാവിലെ. ഷെയറിടുമ്പോൾ 2 പേർക്കും കൂടെ അത്യാവശ്യം ചെറിയൊരു കറിയായി. ഇവിടെ കുറച്ചിരിപ്പുണ്ട്, പിന്നെ കുറച്ചിതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നാളത് അത്ര കഷ്ടമല്ല. ഇന്നാൾ കിട്ടിയൊക്കെ വളരെ ചെറുതായിരുന്നു. ഇന്ന് കിട്ടിയത് അത്യാവശ്യം വലിപ്പമുണ്ട്. അത് അവൻ നിന്ന് അതിൻ്റെ കുടൽ എടുത്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മീനുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താ, ഇതിന് കുറുവ, പരല അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോ സെഷനിൽ കമൻ്റൊക്കെ കാണുന്നത്. അപ്പോൾ അതായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേണ്ട, ഇത് മുള്ളൽ, ഇതും ഈ ഒരു ചെറിയ മുള്ളലും പിന്നെ വേറെ ഏതോ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതായിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ മുള്ളൽ എന്ന് പറയുന്ന മീൻ. ഇത് രണ്ടുമാണ് അത്യാവശ്യം വലുതായിട്ട് കിട്ടിയ ഈ മീനാണ് മുള്ളൽ. പിന്നെ കയലി ഉണ്ടല്ലോ, കയലി അത്യാവശ്യം വലിയ കയലികൾ തന്നെ കേട്ടോ നമുക്ക് കിട്ടിയതാണ്ട് ഇത്. ഇനി നമ്മൾ ഇതേപോലെ ഇങ്ങനെ പാറയിലിട്ട് വരയ്ക്കുമ്പം ഇതിൻ്റെ പ്ലാൻ ഇതാണ്ട് കിടക്കുന്ന ഈ സാധനം പോവും. പ്ലാൻ എന്ന് പറയണത് ചെതുമ്പല്ലേ, ചെതുമ്പൽ. നമ്മൾ പ്ലാൻ എന്നൊക്കെയാണ് പറയണത്. പിനാല് അതാണ് കറക്റ്റ് കേട്ടോ. പിനാല് അതാണ് കേട്ടോ കറക്റ്റ്. അത് കളഞ്ഞത് അതാണ് കേട്ടോ. ഇവിടെ മൊത്തം കിടക്കുന്ന അതാണ്. നമ്മളപ്പോൾ മീൻ പങ്കിടാൻ പോവുകയാണ്. അപ്പോൾ വലിയ മീനുകൾ കണ്ട് 2 പേർക്കും നമ്മൾ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഞാനും രാഹുലും ഉണ്ട്. ഓക്കെ, വലിയ മീനുകൾ കണ്ട് തിരഞ്ഞെടുക്കണം. എന്നിട്ട് കൊച്ചു മീനുകൾ. നമ്മൾ ഇപ്പോൾ ചൂണ്ടയിടാൻ പോകണമെങ്കിൽ തന്നെ നമ്മൾ പോണവർ 2 പേരുണ്ടെങ്കിലും കിട്ടുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. അതാണ് നമ്മളിവിടുത്തെ സിസ്റ്റം. അങ്ങനെയാണ് അല്ലേ രാഹുലേ? അതെ, തീർച്ചയായും. ഒരാളുടെ മീൻ ഇതൊരു എടുക്കുക. ചെറിയൊരു കറിക്കുള്ളതായി. അതേപോലെ ആയിക്കടാ അടുത്തൊരാളുടെ മീൻ. കൊമ്പൊടുങ്ങില്ല, കുറവായിരിക്കും. ഏതെടുക്കട്ടെ? ഞാനുണ്ടോ എന്ത് സൗകര്യത്തിന് വിട്ടു വന്നിരിക്കുക. സുഹൃത്തുക്കളെ, നമ്മളുടെ പരിപാടിയൊക്കെ എങ്ങനെ കഴിഞ്ഞു. നമ്മളതാ വല ഇത് എൻ്റെ വലയാണ് കേട്ടോ. ഇതിലാണ് നമുക്കൊരു
അത്യാവശ്യം വലിയൊരു മുള്ളൽ കിട്ടിയത് ഇതിനകത്താണ്. നമ്മളിങ്ങനെ ഡെയിലി മീനൊക്കെ പിടിക്കാൻ പോയാലേ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കുകളൊക്കെ മനസ്സിലാവുള്ളൂ അല്ലേ? അതെ അതെ. വല്ലപ്പോഴേക്കെങ്കിലും നമ്മൾ പോയിട്ട് കാര്യമില്ല. ഡെയിലി ഇങ്ങനെ നോക്കിയാലേ എന്താണ് ഇതിൻ്റെ സെറ്റപ്പുകൾ, ഏത് കാലാവസ്ഥയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് അച്ഛൻ്റെ വലയാണ് കേട്ടോ. ഇത് കുറേ കീറി സംഭവം. വല തന്നെ കീരി അടിച്ചോണ്ട് പോയി. കീരി അടിച്ച് കടിച്ച് കയറി. അപ്പോൾ 2 വലയും നമ്മൾ എടുത്തിട്ടുണ്ടേ. ഇനി അടുത്ത് നമ്മുടെ പൊതികൾ എടുക്കണം, നമ്മുടെ മീൻ പൊതികൾ. ഇത് മണ്ടയിലെടുത്ത് വെച്ച് അടുത്ത പൊതിയും മുകളിൽ വച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കമലകം ഊരിലെ രാഹുലിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കമലകം ഊരിൻ്റെ ഏകദേശം തൊട്ടൊക്കെ അടുത്താണ് നമ്മുടെ പേപ്പർ ഡാമിൻ്റെ റിസർവോയർ കിടക്കുന്നത്. അപ്പോൾ ഞാനും രാഹുലും കൂടിയാണ് വന്നത്. നമുക്കങ്ങനെ ഈ ഫിഷിങ്ങൊന്നും വശമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ പോയി ട്രൈ ചെയ്യുകയാണ്. എന്നെങ്കിലും കുറച്ച് കൂടുതൽ മീൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മീനൊക്കെ പങ്കിട്ടതിന് ശേഷം നമ്മൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി രാഹുലിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് മീനൊക്കെ കറി വയ്ക്കുന്നതൊക്കെ ഇനി ഞാനായിരിക്കും. കിട്ടിയ കുറച്ച് മീനാണെങ്കിൽ അത് കറി വയ്ക്കുന്നത് ഞാനായിരിക്കും. വീട്ടിൽ ചിലപ്പോൾ അമ്മയൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ, പൊത്തോടേക്ക്. രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ ബൈക്ക് ഓടിച്ചിട്ടാണ് വന്നത്. ചേട്ടൻ്റെ ബൈക്ക് എടുത്താണ് പോയത്. അപ്പോൾ അത് ഓടിച്ച് നമ്മൾ തിരിച്ചെൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. കിട്ടിയ മീനിനെ ഞാൻ കൊണ്ടുവന്നൊരു കുഞ്ഞ് ഉരുളിയിലിട്ടിട്ടുണ്ടേ. അത്ര മീനേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനെ ഞാൻ പാചകം ചെയ്യുന്നത് അമ്മയെ കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അമ്മയൊന്നുമില്ല, അവരൊക്കെ ഇവിടെ താഴെ തൊഴിലുറപ്പ് പണിക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇതൊന്ന് ഇനി ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് സമയം കൂടെ കിടക്കും. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ പൊളിച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. മീൻകറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഞാനിങ്ങനെ വറുത്തെടുക്കുകയാണ്. ഇത് വറുത്തിട്ട് കറി വയ്ക്കണം, നല്ല ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരുമാതിരി പച്ച ചൊറുക മാറ്റമായിരിക്കും. എണ്ണ വീത്തിയിട്ടുണ്ട് അടുപ്പിൽ. തീ ഇത്ര വേണ്ട, ചെറുതാക്കി ഇട്ട് കൊടുക്കുക. കടു വറുത്ത് അങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എണ്ണ അത്യാവശ്യം വീത്തിയിട്ടുണ്ട്. ഇടാൻ പോകുന്നത് കറിവേപ്പില, കുറച്ച് കയറുകയാണ് സുഹൃത്തുക്കൾ. ഇനി ഇടാൻ പോകുന്നത് ഉള്ളി. ഇതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി നല്ല വഴറ്റണം കേട്ടോ. കണക്കിന് പിന്നെ തോത്ത് വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ ഇട്ട് ഇങ്ങനെ വഴറ്റിട്ടുണ്ട്. അത്യാവശ്യം ഇട്ടതിന് ശേഷം നമ്മളതിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഉലുവപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിനി ഗ്രേവിയാക്കി എടുക്കണം. മുളക് പൊടി തട്ടാൻ പോവുകയാണ്. കാര്യമായിട്ടിരിക്കും. മുളക് പൊടി തട്ടുക. ഇങ്ങനെ വറുത്തരച്ച മുളക് പൊടിയാണ് കേട്ടത്. ഇത് തട്ടണം. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവാപ്പൊടിയുണ്ട്. അത് മീനിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇങ്ങനെ തിളക്കിയാണ്. അതിപ്പം നമ്മളിനി അടുത്തിടാൻ പോകുന്നത് നമ്മുടെ മീനാണ് കേട്ടോ. ഇനി മീനെടുത്തിടാം. അതിൽ മീനുകളെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കിടന്ന് വെന്ത് സെറ്റാവും സാധനം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ താത്തി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ സാധനം വെന്ത് സെറ്റായി വരും. മീൻകറി ഉണ്ടോ കിടന്ന് തിളയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല ഏരിയ എന്നാണ് എൻ്റെ ഒരു തോന്നൽ.
മീൻകറി അങ്ങനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ട ഞാൻ വെച്ച മീൻകറി. നമുക്കിങ്ങനെയൊക്കെ വയ്ക്കാൻ അറിയാവുള്ളൂ. അങ്ങനെ ഇത്രയും ശരിയാക്കി നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ആഹാരം. ഇത് ഇന്നലത്തെ മീനാണ്, ഇത് നാട്ടുമീനാണ്, കടൽ മീൻ. അത് ഞാൻ എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. നല്ല കപ്പ, റേഷനരി ചോറ്, സെറ്റ്. ആറ്റുമീൻ കറി. എരി കൂടിപ്പോയി, അതാണ് വിഷയം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇരിക്കുന്നുണ്ടോ? ഇതെടുക്കണം, ഇവിടെ വയ്ക്കണം, എന്നിട്ട് ഈ കപ്പ എടുക്കണം, എന്നിട്ടിത് ചോറും കൂടെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം. കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നല്ലതെന്ന് പറയും. അതായത് മുള്ളലിൻ്റെ കുട്ടിയാണ് ഇത്. എന്തായാലും സാധനം കൊള്ളാം. പഞ്ചാരിട്ട കട്ടൻ, ചോറ്, മരിച്ചിനി, മീൻകറി, സെറ്റ്. അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ പുഴയിലേക്ക് പോവുകയും ഇവിടെ ചെന്ന് വല കെട്ടുകയും അത്യാവശ്യം നമുക്കൊരു കുഞ്ഞ് കറിക്കുള്ള മീൻ കിട്ടി. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം അമ്മയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് അത് കറി വെച്ചത്. കറി വെച്ചപ്പോൾ ലേശം ഒന്ന് പണിവാളി, പൊടി കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ശകല എരിയൊന്ന് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെച്ച് നമ്മൾ ആഹാരവും കഴിച്ചു. ഇപ്പോൾ വയറൊക്കെ വീത്തങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴയൊക്കെ ഉണ്ട്, പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ പുഴയിലേക്ക്. അങ്ങനെ കിട്ടിയതൊക്കെ തന്നെ ഞാനും രാഹുലും കൂടെ പുഴയിലേക്ക് പോയി. കുഞ്ഞു മീനുകളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പം ചിലപ്പം എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ഈ കുഞ്ഞു മീനുകളെ പിടിക്കുന്നതെന്ന്. ശരിക്കും ഇത് ഒരു സൈസ് മീനാണ്. ഇത് ഇത്രയൊക്കെ വളരുള്ളൂ, ഇതിൽ കൂടുതൽ വളരത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും എല്ലാവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെ നമ്മളെ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മളങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെ.